കണ്ണൂരിലെ മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതിയല്ല, കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് പരിഗണിക്കുന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സജോ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SK. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണം. തുടരന്വേഷണം വരുന്ന പശ്ചാത്തലത്തിൽ കേസിലെ തെളിവുകൾ സംരക്ഷിക്കുന്നത് ഉറപ്പാക്കണം. ഒരു ഘട്ടം കഴിഞ്ഞാൽ തെളിവുകൾ സംരക്ഷിക്കുക എന്ന കാര്യത്തിൽ വീഴ്ച സംഭവിക്കും. അതുമല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ പല തെളിവുകളും ഇല്ലാതായി പോകും. അതുകൊണ്ട് പ്രത്യേകമായി തന്നെ അവ ശേഖരിച്ച് സംരക്ഷിക്കണം എന്നതാണ് കുടുംബത്തിൻ്റെ ഹർജിയിലെ ആവശ്യം. അതിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ഈ കേസിലെ പ്രതിയായ PP ദിവ്യ, സാക്ഷിയായ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, ഈ കേസിൽ തന്നെ മറ്റൊരു സാക്ഷിയും ആരോപണ വിധേയനുമായ വിവാദ പെട്രോൾ പമ്പ് ഉടമ TV പ്രശാന്തൻ എന്നിവരുടെ കോൾ ഡാറ്റ റെക്കോർഡുകൾ ശേഖരിച്ച് സൂക്ഷിക്കണം. അവർ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകളുടെ എല്ലാം വിവരങ്ങളും കോൾ ഡാറ്റ റെക്കോർഡുകളും ടവർ ലൊക്കേഷനുകളും ശേഖരിച്ച് സൂക്ഷിക്കണം. അത് കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണമെന്നാണ് ഒരാവശ്യം. മറ്റൊന്ന്, കളക്ടറേറ്റ്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം, നവീൻ ബാബു താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലുള്ള CCTVയും ശേഖരിച്ച് സൂക്ഷിക്കണം, സംരക്ഷിക്കണം എന്നതാണ് ഹർജിയിലെ ആവശ്യം. നേരത്തെ പ്രോസിക്യൂഷൻ അന്വേഷണ സംഘത്തിനു വേണ്ടി കോടതിയെ അറിയിച്ചത് ആവശ്യമായ രേഖകളും വിവരങ്ങളും CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു എന്നായിരുന്നു. അതേസമയം കുടുംബം ബാധിച്ചത് ഈ കേസിൽ തുടരന്വേഷണ ആവശ്യമടക്കം ഉയർന്നു വന്നേക്കാം. വിശദമായ പരിശോധനയിലേക്ക് തുടർന്ന് പോയേക്കാം. വേറെ അന്വേഷണ സംഘം വന്നേക്കാം. അത്തരമൊരു ഘട്ടത്തിൽ തെളിവുകൾ ഇല്ലാതായി പോകുന്നത് അന്വേഷണത്തെ ബാധിക്കും. അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം എന്നതായിരുന്നു. ഈ വിഷയത്തിൽ കോടതി സാക്ഷികൾ മാത്രമായ കളക്ടർക്കും TV പ്രശാന്തനും നോട്ടീസ് അയച്ചു. അവരെ കൂടി കേട്ടതിന് ശേഷം തീരുമാനമെടുക്കാം എന്നതായിരുന്നു കോടതിയുടെ നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വിശദീകരണം നൽകാനാണ് അവർക്ക് നൽകിയിട്ടുള്ള കോടതി നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. കളക്ടറും ഒപ്പം TV പ്രശാന്തനും പ്രതിയും അടക്കമുള്ള ആളുകൾ ഇന്ന് കോടതിയെ നിലപാട് അറിയിച്ചേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇത് പ്രതികളല്ലാത്തവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാകുമോ, അത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ വിവേചനാധികാരത്തിലുള്ള ഇടപെടലാകുമോ തുടങ്ങിയ ആശങ്കകൾ നേരത്തെ കോടതിയിൽ തന്നെ ഉയർന്നു വന്നതാണ് വാദവേളയിലൊക്കെ തന്നെ. അതുകൊണ്ട് ആ ഭാഗം കൂടി കേൾക്കും. അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. CBI അന്വേഷണ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് മുന്നോടിയായാണ് കുടുംബം യഥാർത്ഥത്തിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. അന്വേഷണം CBI ഏറ്റെടുക്കുകയാണെങ്കിൽ തെളിവുകളൊന്നും നഷ്ടമാകരുത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ പല തെളിവുകളും ഇല്ലാതായി പോകും. അതുകൊണ്ട് ആ കാര്യത്തിലുള്ള ഇടപെടൽ മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത് എന്നതായിരുന്നു കുടുംബത്തിൻ്റെ വാദം. ഇന്ന് ഈ കേസിൽ നോട്ടീസ് അയച്ച കക്ഷികളെ കൂടി കേട്ടതിന് ശേഷം വിധി പ്രസ്താവത്തിന് വേണ്ടി കോടതി കേസ് മാറ്റിവെക്കുമെന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. SK. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.